മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ളൊരു ഭാഗമാണ്. ഇതൊരു കവിതയാണ്. ഇത് എഴുതിയ ആളെ പേര് രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. കാരണം നമ്മുടെ ജനഗണമന എന്ന് മനസ്സിൽ ആ വരി, നമ്മുടെ ദേശീയ ഗാനം മനസ്സിലേക്ക് ഓടിയെത്തു അല്ലേ. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ ടാഗോർ എന്താ പറയുക, നമ്മുടെ ദേശീയ ഗാന രചയിതാവ് മാത്രമല്ല, അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ പ്രത്യേകത? അദ്ദേഹം 2 രാജ്യങ്ങളുടെ ദേശീയഗാനം എഴുതിയ ആളാണ്. മറ്റേ രാജ്യം ഏതാ നിങ്ങൾക്കറിയോ? ബംഗ്ലാദേശ്. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ദേശീയഗാനവും ബംഗ്ലാദേശിലെ ദേശീയഗാനം എഴുതിയ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന കവിയാണ്, മഹാകവിയിലെ. അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. എന്താണെന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത മനസ്സ് എവിടെയാണെന്നല്ലേ. മനസ്സിന് ഭയം ഉണ്ടാവരുത്, ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു കവിതയാണ് നമ്മുടെ ഈ ഒരു കവിത. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ എന്താ പറയുക, രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ആള് ദേശീയഗാനം എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം നമ്മൾ ഇന്ത്യക്കാർ മീൻസ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ച നമുക്ക് ഒരു ദേശീയ വികാരത്തെ അദ്ദേഹം എത്രത്തോളം എൻകറേജ് ചെയ്തിട്ടുണ്ടാവും മനസ്സുകൊണ്ട്. അദ്ദേഹം എഴുതിയ ആ ഒരു വരികളാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വികാരം എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യൻസിൻ്റെ സിറ്റിസൺഷിപ്പിൻ്റെ അല്ലേ, മതേതരത്വം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ജാതി മതം വർഗ്ഗമൊന്നും ഇല്ലാതെ അതിലോരോ വരികൾ നിങ്ങൾക്കറിയാം. ജനഗണമന അതിനായക ജയ ഇന്ത്യ, അതിലുണ്ടല്ലോ ഓരോ ജാതി മതവും ഒന്നുമല്ല, എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഐക്യം കാണുന്ന ഒരു ഇന്നർ മീനിങ് ഉള്ള ഒരു വരികളാണ് നമ്മുടെ ദേശീയഗാനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എഴുതിയ ആളെന്ന നിലയിൽ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് എന്താ, നമ്മൾ ഇന്ത്യക്കാരും എല്ലാവരും ഒന്നാണ്. എത്ര ജാതി മതവർഗ ഭേദം ഉണ്ടായാലും നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഐക്യത്തിലാണ്, നമുക്കതൊന്നും പ്രശ്നമല്ല, നമ്മൾ ഭയങ്കര സ്നേഹവും കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രമാണെന്നൊക്കെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ വരികളിൽ അദ്ദേഹത്തിൻ്റെ മനോവികാരം എന്താണ്? നമ്മൾ നല്ല ധൈര്യത്തോടെ നിൽക്കണമെന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ഇതൊരു കണ്ടന്റായി വരുന്നത്. ഓക്കെ മിസ്, അത് പറയാനുള്ള കാരണം എന്താണ്? ഈ ഒരു കവിതയുടെ കണ്ടന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നാണ്. ആ കണ്ടന്റ് എന്താ? നമ്മുടെ ഒരു മെസ്സേജ് ഉണ്ടാവും. ഏതൊരു കവിതയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ടാവും. അതായത് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തപ്പോൾ സുഗതകുമാരിയുടെ ഒരു കവിത നമ്മൾ ഫോളോ ചെയ്തു. അതായത് ഒരു ചെറിയൊരു മരച്ചില്ലയിൽ എന്താണ് നമ്മൾ സുഗതകുമാരി മീൻസ് അദ്ദേഹം ഒരു പരിസ്ഥിതി അവർ കവയിത്രി, ഒരു പരിസ്ഥിതി സംരക്ഷക കൂടിയാണ് സുഗതകുമാരിയിലെ. അപ്പോൾ സുഗതകുമാരിയുടെ അവരുടെ കവിതയിൽ അധികവും പരിസ്ഥിതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിലൊരു മെസ്സേജ് ഉണ്ട്, പരിസ്ഥിതി സംരക്ഷണം. അത് വലിയൊരു മെസ്സേജാണ്. അതേപോലെ മാധവിക്കുട്ടി, കമലാ സുരയ്യൻ ഒരു ഇംഗ്ലീഷ് പോയം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ, അതിലും ഇല്ലേ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്ത് മെസ്സേജാ? നമ്മുടെ പ്രായമായ നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക്, നമ്മൾ കുറേ പ്രായം കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയ മനോഹരമായ ഓർമ്മകളാണല്ലേ, സ്വീറ്റ് മെമ്മറീസ് ആണ്. അത് ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള അതൊരു പ്രത്യേക ഒരു ലോകമാണെന്നൊക്കെ അതിനൊരു മെസ്സേജ് ഉണ്ട്. അതേപോലെ നമ്മൾ ഇതിലൊരു മെസ്സേജ് എന്താണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന പോയിറ്റ് പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് കണ്ടന്റ് ജസ്റ്റ് മിസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആ ഒരു സമയത്താണ് ഈ ഒരു കവിതയുടെ രചന. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇറങ്ങുന്ന ഒരുവിധ കവിതകളും ഡോക്യുമെൻ്ററി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും പത്രക്കുറിപ്പും നോട്ടിഫിക്കേഷനും പത്രങ്ങളൊക്കെ ഇറങ്ങുന്നത് പൊതുവെ എന്ത് പറഞ്ഞിട്ടാണ്? ബ്രിട്ടീഷ് വൈരുദ്ധ്യം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക അല്ലേ, ഡു ഓർ ഡൈ എന്നല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? മഹാത്മാഗാന്ധി, നമ്മുടെ ദ ഫാദർ ഓഫ് നേഷൻ. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയൊക്കെ നമുക്ക് ഒരേപോലെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ നമ്മുടെ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രണ്ടാളും വലിയൊരു പരസ്പരം ആരാധകരായിരുന്നു, രണ്ടാളും പരസ്പരം. അപ്പോൾ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞു. നമ്മളെ ധൈര്യവും ഊർജവും ഒക്കെ മഹാത്മാഗാന്ധി, നമ്മുടെ ഗാന്ധിജി ആയിരുന്നു, നമുക്കറിയാം. അതേപോലെ നമ്മളെ ധൈര്യം ചോർന്നു പോവാതെ മുന്നോട്ട് നമ്മൾ ധൈര്യത്തോടെ നിൽക്കണം. ബ്രിട്ടീഷുകാർ എന്തൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്താലും നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, അത് നമ്മളെ മതപരമായിട്ടൊക്കെ നമ്മളെ ഹരാസ് ചെയ്ത്
ജാതിയൊക്കെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഇറിറ്റേഷൻ ആക്കി നമ്മളെന്തൊക്കെ ഡിവൈഡ് ചെയ്യുക, വിഭജിക്കുക. എന്നാലേ നമ്മൾ വിഭജിച്ച് ഭരിക്കുക എന്ന് മലയാളത്തിൽ പറയാം. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലെ പിന്നെ ഡൽഹൌസിയുടെ ദത്താവകാശ നിരോധന നിയമം, ഇതൊക്കെ എന്താണ്? നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുക, ഓരോരോ തലയിലേക്കും ഇല്ലാത്തവരോ കൊണ്ടിടുക, അങ്ങനത്തെ ആ ഒരു കാലയളവിൽ നമ്മളെ ധൈര്യപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും ധൈര്യം കൈവിടരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ആരും എന്ത് ചെയ്യാൻ പാടില്ല. അവരുടെ ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയും പിന്നെന്താണ് അവർ പല ടാക്സസ് ഒക്കെ നമ്മൾ ചുമത്തുന്നുണ്ട്. നമ്മൾ കുറേ ജാതി മതവർഗമായിട്ട് കുറേ തരം താഴ്ത്തുന്നൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല, ഒരു അവകാശവും ഇല്ല, വോട്ടവകാശമൊന്നുമില്ല. അപ്പോൾ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ആ ഒരു കാലയളവിലാണ് ഈ ഒരു കവിതയുടെ ജനനം. അല്ലെങ്കിൽ ഈ കവിത എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ എഴുത്ത് നടക്കുന്നത് ആ ഒരു കാലയളവ് ആയതുകൊണ്ട് തന്നെ ഇതിലെന്താ ഉള്ളത്? നമ്മൾ എന്ത് ചെയ്യണം? വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഒരിക്കലും വിത്തൗട്ട് ഫിയർ, ഭയമില്ലാത്ത മനസ്സായിരിക്കണം. വേർ ദ മൈൻഡ്, നമ്മുടെ മനസ്സ് എന്തായിരിക്കണം? ഭയമില്ലാത്ത മനസ്സായിരിക്കണം. അത് എവിടെയായാലും, ഏത് മനസ്സാണെങ്കിലും ഭയമില്ലാതെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ധൈര്യസമേതം നിൽക്കേണ്ട മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് എൻകറേജ് ചെയ്യുന്ന, നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു കവിതയാണ് നമ്മുടെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഓക്കെ, പിന്നെ ഏത് കവിതയാണെങ്കിലും എന്തുണ്ടാവും? അപ്രിസിയേഷൻ എഴുതാനുണ്ടാവും അല്ലേ? റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന കവിത. അപ്പോൾ നമ്മൾ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള ഇതിൽ നമ്മൾ പിന്നെ എന്താ വായിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മിസ് ഈ കവിത ഒന്ന് ഇതിൽ ഫസ്റ്റ് കണ്ടോ മെറ്റഫർ യൂസ്ഡ്. അപ്പം ആദ്യം തന്നെ മിസ് ഇവിടെ മെറ്റഫർ, അലങ്കാരം അല്ലേ, മെറ്റഫർ യൂസ്ഡ്, റോസ് ആൻഡ് റോസസ് ഒക്കെ. പിന്നെ ഹൗ ഡസ് ദ മെറ്റഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കറക്റ്റ് റൈമിങ് വേർഡ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ചോദ്യം. നമ്മൾ കുറേ ഒരു പോയം പഠിച്ചിട്ടുണ്ടല്ലോ, റൈമിങ് വേർഡ്സ് കറക്റ്റ് വരുന്ന ഒരു പോയം പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിലും റൈമിങ് വേർഡ്സ് വരുന്ന ആവർത്തിക്കുന്നത് മിസ് വായിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. പോയം വായിക്കുമ്പോൾ റൈമിങ് വേർഡ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എക്സാമിന് വരും. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോയം ഡിസ്ക്രൈബ് ദ തോട്ട്സ് ഓഫ് ഇന്ത്യൻസ്. എന്താണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു വിചാരങ്ങൾ എന്തെല്ലാമാണെന്നാണ് കവി ഈ കവിതയിലൂടെ വിശദീകരിക്കുന്നതെന്നൊക്കെയാണ് നമുക്കിനി വായിക്കാറുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ വായിക്കാം കേട്ടോ. ദിസ് പോയം വാസ് റിട്ടൺ വെൻ ദ ബ്രിട്ടീഷ് റൂൾഡ് അവർ കൺട്രി. ഈ പോയം ഇതിന് ആൻസറാണ് ഹൗ ഡസ് ദ പോയം ഡിസ്ക്രൈബ് ദ തോട്ട്സ് ഓഫ് ഇന്ത്യൻസ്. ഈ പോയം നമ്മൾ എഴുതുന്നത്, റിട്ടൺ ചെയ്യുന്നത് എപ്പോഴാണ്? ദ ബ്രിട്ടീഷ് റൂൾ അവർ കൺട്രി. വി വർ സ്ലേവ്സ് ടു എ ഫോറിൻ പവർ അല്ലേ? ആ ഒരു ഭയങ്കര പദം അല്ലേ, സ്ലേവ്സ്, അടിമകൾ. നമ്മൾ ആരായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അടിമകളാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ വിഷമം തോന്നുന്നില്ലേ? നമ്മൾ അടിമകളായിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നാഷണലിസ്റ്റ്, അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു അല്ലേ? നമ്മുടെ ദേശത്തിന് വേണ്ടി വാദിച്ചൊരു ദേശീയവാദിയായിരുന്നു. ആൻഡ് ഹീ ഈസ് വിഷണറി, wanted India to awaken to a bright down the freedom from slavery and our own mental chain. Read the poem aloud once, then read it silently. It would be a good idea to memorize the poem. Okay, where the mind is without fear. അപ്പോൾ എന്താ പറഞ്ഞത് ഇതിൽ? രവീന്ദ്രനാഥ് ടാഗോർ, the great Indian nationalist, and wanted India to awaken to a bright down of freedom. Wanted India to awaken, ഉണരാൻ, നമ്മളോട് ഉണരാനാണ് പറയുന്നത്. വാണ്ടഡ് ഇന്ത്യ ടു അവേക്കൺ ടു ബ്രൈറ്റ് ഡൗൺ ഓഫ് ഫ്രീഡം. പ്രഭാതം, ഡോൺ, എന്തിൻ്റെ പ്രഭാതം? നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം വേണം. നമ്മൾ ഉണരണം, നമ്മൾ അവേക്കൺ ചെയ്യണം. ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് അവർ ഓൺ മെൻ്റൽ ചെയിൻ. നമ്മൾ ഫ്രം സ്ലേവറി, അടിമത്തത്തിൽ നിന്നും അവരുടെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പുതിയൊരു പ്രഭാതത്തിലേക്ക്. എന്ത് പ്രഭാതം? എന്ത് ബേസ് ചെയ്ത പ്രഭാതം? റിലേറ്റഡ് ടു ഫ്രീഡം. ഈ സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും, സ്വാതന്ത്ര്യമാണ് അമൃതം എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടല്ലേ, സ്വാതന്ത്ര്യമാണ് പാരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, കൂട്ടിൽ ഒരു കിളിയെ കൂട്ടിലിട്ടാൽ അതിന് സ്വാതന്ത്ര്യമാണ് ഏറ്റവും മധുരമായിട്ടുള്ളത്. ഇതൊരു കവി പാടിയിട്ടുണ്ട്, കുമാരനാശനാണ് തോന്നുന്നു. അതേപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലാതെ ഒരു കിളിയെ കൂട്ടിലടച്ചതുപോലെ അതിന് സ്വാതന്ത്ര്യമാണ് പ്രധാനം, അല്ലാതെ സ്വർണ്ണക്കൂടല്ല. സ്വർണ്ണക്കൂട്ടിലടച്ചൊരു കിളിക്ക് എന്താണ് പ്രധാനം? സ്വാതന്ത്ര്യം. അല്ലാതെ സ്വർണത്തിൻ്റെ കൂടാണെന്നുള്ള അഹങ്കാരമാണോ? അല്ല. എന്ത് തരം കൂടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മളത് എന്ത് രാഷ്ട്രം, നമ്മളത് ഒരു ദരിദ്ര രാഷ്ട്രമായിക്കോട്ടെ, ഡെവലപ്പ് അല്ലാത്ത രാഷ്ട്രമായിക്കോട്ടെ, നമ്മൾക്ക് നമ്മളെ നാട്ടിൽ എന്ത് വേണം? ഫ്രീഡം വേണം. നമ്മൾ അവേക്കൻ ചെയ്യണം, ഉണരണം. നമ്മൾ അവിടെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. മീൻസ് ഇതിൽ എഴുതി കണ്ടോ? ദെൻ
ബ്രൈറ്റ് ഡൗൺ ടു ഫ്രീഡം, ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് അവർ ഓൺ മെൻ്റൽ ചെയിൻ, അല്ലേ? നമ്മളെ എന്ത് ചെയ്യണം, നമ്മളെ മാനസികമായിട്ടുള്ള ഇത് നമ്മളെ കയ്യിലാണ്, നമ്മൾ അത് ആർക്കും അടിയറവ് വെക്കാൻ പാടില്ല. റീഡ് ദ പോയം അലൗഡ് വൺസ്, ആദ്യം